പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി അംഗമായിട്ടുള്ള TK ഗോവിന്ദൻ ഉയർത്തിവിട്ട ഒരു കൊടുങ്കാറ്റ് CPM-ന്റെ ചുവന്ന കോട്ടകളിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ള, അല്ലെങ്കിൽ CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുവന്ന കോട്ടയായിട്ടുള്ള കണ്ണൂർ ജില്ലയിലെ CPM-നെ അടിമുടി ഉലച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ TK ഗോവിന്ദൻ ഈ വിഷയം ഉയർത്തുന്നതിന് മുമ്പ് തന്നെ കണ്ണൂരിൽ വലിയ പ്രതിസന്ധി ഉരുണ്ടുകൂടിയിരുന്നു. അത് നമുക്കറിയാം, പയ്യന്നൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്നായിരുന്നു. പയ്യന്നൂരിൽ നിന്ന് മണ്ഡലത്തിൽ നിന്ന് CPM-ന്റെ മുൻ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള V കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ ആ ഒരു വിഷയം അതിങ്ങനെ കനൽ പോലെ കത്തി നിൽക്കുമ്പോഴാണ് തളിപ്പറമ്പ് മണ്ഡലത്തിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ്റെ ഭാര്യ PK ശ്യാമളയെ മത്സരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദം വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് വരികയും അതിൻ്റെ ഭാഗമായി CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അംഗമായിട്ടുള്ള ശ്രീമൻ TK ഗോവിന്ദൻ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പത്രസമ്മേളനം നടത്തുകയും അതിനെ തുടർന്ന് താൻ അവിടെ ഒരു വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ വിഷയം കൂടി വന്നതോടുകൂടി വലിയ പ്രതിസന്ധി CPM-ന്റെ ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സാങ്ക്ടം സാങ്ക്ടോറം ആയിട്ടുള്ള കണ്ണൂർ ജില്ലയിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുകയാണ്. അതിനെ എങ്ങനെ നേരിടും എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് CPM-ന്റെ കണ്ണൂർ ജില്ലാ നേതൃത്വം, മാത്രമല്ല CPM-ന്റെ സംസ്ഥാന നേതൃത്വവും. കാരണം ഇനി തെരഞ്ഞെടുപ്പിന് കേവലം 22 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, എല്ലാ തെരഞ്ഞെടുപ്പിലും CPM അഗ്രസീവായിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് പോകുന്നതും തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുന്നതും. തങ്ങൾ ഒറ്റക്കെട്ടായി സ്ഥാനാർത്ഥികളെല്ലാം തീരുമാനിച്ചു, തങ്ങൾ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങി. എന്നാൽ UDF-നകത്ത് തമ്മിലടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഗ്രസീവായി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു ശൈലിയാണ് കഴിഞ്ഞ 2-3-4 തെരഞ്ഞെടുപ്പായി ലോക്സഭയായാലും നിയമസഭയായാലും CPM അനുവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ സ്ഥിതി എന്താ? അപ്പോൾ CPM അത് അങ്ങനെ അഗ്രസീവായിട്ടുള്ളൊരു സമീപനം അവർ മുന്നോട്ട് വെച്ചതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് അവർക്ക് 2-3 ഡസൻ സീറ്റുകളിൽ ഉറപ്പായും വിജയിക്കാൻ കഴിയും എന്നുള്ള അവരുടെ ഒരു ആത്മവിശ്വാസമോ അല്ലെങ്കിൽ അഹങ്കാരമോ. എന്ത് സാഹചര്യം ഉണ്ടായാലും 2-3 ഡസൻ സീറ്റുകളിൽ തങ്ങൾക്ക് വിജയം ഉറപ്പാണ് എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ആത്മവിശ്വാസത്തിന് കാരണം. എന്നാൽ UDF-നെ സംബന്ധിച്ചിടത്തോളം UDF-ന് അങ്ങനെ ഉറപ്പുള്ള മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ 2-3-4 ഒക്കെ ചിലപ്പോൾ കാണുകയും. അപ്പോൾ ആ കാര്യത്തിൽ LDF-ന് അല്ലെങ്കിൽ CPM-ന് വലിയൊരു മുൻതൂക്കമുണ്ടായി. ആ മുൻതൂക്കത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ ഒരു 5-6 മണ്ഡലങ്ങളിൽ എന്ത് കൊടുങ്കാറ്റ് ഉണ്ടായാലും, എന്ത് കൊടുങ്കാറ്റോ അല്ലെങ്കിൽ എന്ത് വെള്ളപ്പൊക്കമോ ഉണ്ടായിക്കഴിഞ്ഞാലും കണ്ണൂർ ജില്ലയിലെ ഒരു 5-6 മണ്ഡലങ്ങളിൽ തങ്ങൾ മഹാഭൂരിപക്ഷത്തിന് ജയിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസമായി. നമുക്കറിയാം, പയ്യന്നൂർ, തൃക്കരിപ്പൂര്, ധർമ്മടം, കല്യാശ്ശേരി, പിന്നെ തളിപ്പറമ്പ്, മട്ടന്നൂർ, തലശ്ശേരി, ഈ 7 മണ്ഡലങ്ങളിലും എന്തു വന്നാലും തങ്ങളെ ജയിക്കൂ എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് CPM. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താ സുഹൃത്തുക്കളെ? പയ്യന്നൂർ വലിയ പ്രതിസന്ധി ഉരുണ്ടുകൂടിയിരിക്കുന്നു. തളിപ്പറമ്പിൽ പ്രതിസന്ധി ഉരുണ്ടുകൂടിയിരിക്കുന്നു. ശൈലജയെ മാറ്റിയതുമായി ബന്ധപ്പെട്ട് മട്ടന്നൂർ പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുന്നു. തലശ്ശേരിയിലും AM ഷംസീറിനെ മാറ്റി കാരായി രാജനെ നിർത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞു. അപ്പം കണ്ണൂർ ജില്ലയിലെ എല്ലാ കാലത്തും CPM-ൻ്റെ കൂടെ നിന്ന് 7 മണ്ഡലങ്ങളിൽ 4 മണ്ഡലങ്ങളിലും പ്രതിസന്ധി രൂക്ഷമായിരിക്കും. ധർമ്മടം മണ്ഡലത്തിൽ പോലും കഴിഞ്ഞ തവണ 50,000-ൽ പരം വോട്ടിൽ ഭൂരിപക്ഷത്തിന് വിജയിച്ച ധർമ്മടം മണ്ഡലത്തിൽ പോലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷം ഒരു 3-4 കുറഞ്ഞിരിക്കുന്നു. പിണറായി വിജയന് ഇന്നലെ തന്നെ ഒരു വലിയ റോഡ് ഷോ അവിടെ സംഘടിപ്പിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക്. അപ്പം മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ വലിയ ആത്മവിശ്വാസക്കുറവുമായിട്ടാണ് CPM രംഗത്തിറങ്ങുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട, നേരത്തെ സൂചിപ്പിച്ച സാങ്ക്ടം സാങ്ക്ടോറമായിട്ടുള്ള കണ്ണൂർ ജില്ലയിൽ പോലും അതിഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി ഉയർന്നു വന്നിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഞാനിന്ന് ഈ വീഡിയോയിൽ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പ്രതിസന്ധിയുടെ ആഴം, ഈ പ്രതിസന്ധി എത്ര തീവ്രമാണ്, എത്ര രൂക്ഷമാണ്, എത്ര ഗുരുതരമാണ് എന്ന് കാര്യകാരണ സഹിതം എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാം. സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ ദിവസം TK ഗോവിന്ദൻ എന്ന് പറഞ്ഞ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പ്രധാനമായും തളിപ്പറമ്പ് മണ്ഡലത്തിൽ
പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെ മത്സരിപ്പിക്കുന്നതിനെതിരായിട്ടുള്ള വിമർശനമാണ് ഉന്നയിച്ചതെങ്കിലും തത്തുല്യ പ്രാധാന്യത്തോടുകൂടി അദ്ദേഹം വേറെ ചില വിഷയങ്ങൾ ഉന്നയിച്ചു, അല്ലെങ്കിൽ തത്തുല്യ പ്രാധാന്യത്തോടുകൂടി അദ്ദേഹം വേറെ ഒരു വിഷയവും കൂടി ഉന്നയിച്ചിരുന്നു. ആ വിഷയമാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ ഞാൻ കേന്ദ്രീകരിക്കാൻ പോകും. അതെന്താണ്? അത് CPM എന്ന് പറഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, പ്രത്യേകിച്ച് അഴിമതി ആരോപണങ്ങൾ. അതാണ് TK ഗോവിന്ദൻ ഉന്നയിച്ച പത്രസമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണ് CPM. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. 5 ലക്ഷം പാർട്ടി അംഗങ്ങൾ, 35,000 പാർട്ടി ബ്രാഞ്ചുകൾ, 10-25 ലക്ഷത്തിലധികം വരുന്ന CATUവിലെ അംഗങ്ങൾ, ലക്ഷക്കണക്കിന് വരുന്ന പോഷക സംഘടനകളിലെ പാർട്ടി അനുഭാവികൾ ഉൾപ്പെടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് CPM. ആ CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ. ആ ഗോവിന്ദനെതിരായിട്ടാണ് ഇപ്പോൾ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഈ ആരോപണങ്ങൾ ഉയർന്നു വരുന്നതെന്ന് പറയുമ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ളതിൽ ആദ്യമായി ഗോവിന്ദനെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നത്. നമുക്കറിയാം, കേരളത്തിൽ മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് 2006 അദ്ദേഹം വലിയൊരു അഴിമതി കേസിൽ പ്രതിയാവുന്നു, ലാവ്ലിൻ കേസിൽ പ്രതിയാവുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അപ്പീല് സുപ്രീം കോടതിയിൽ ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകളുണ്ട്. അപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ടുള്ള ആരോപണങ്ങൾ വരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ TK ഗോവിന്ദൻ ഉന്നയിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഗോവിന്ദനുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ടല്ല ആരോപണം വരുന്നത്. എനിക്ക് തോന്നുന്നു 5-6-7 മാസങ്ങൾക്ക് മുമ്പ് ഗോവിന്ദൻ്റെ മകനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഷെർഷാദ് എന്ന് പറഞ്ഞ ഒരു വ്യവസായി ഉന്നയിച്ചിരുന്നു. ആ ആരോപണങ്ങൾ ഇപ്പോഴും അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല. മകനുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാൻ ഗോവിന്ദന് ഇതിനുള്ളിൽ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതും വ്യക്തമാണ്. പക്ഷേ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് വളരെ രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങളാണ്. അതിലൊരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഗോവിന്ദൻ തളിപ്പറമ്പിൽ MLA ആയിരിക്കെ ഗോവിന്ദൻ്റെ MLA ഫണ്ടുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ലക്ഷക്കണക്കിന് രൂപ ഗോവിന്ദൻ നേരിട്ടിടപെട്ട് തിരിമറി നടത്തി എന്നുള്ള സൂചനയാണ് TK ഗോവിന്ദൻ തൻ്റെ പത്രസമ്മേളനത്തിൽ നൽകിയിട്ടുള്ളത്. എന്താ TK പത്രസമ്മേളനത്തിൽ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത്, സാധാരണഗതിയിൽ CPM MLA-മാരാണെങ്കിൽ ആ CPM MLA-മാരുടെ ഫണ്ടുകൾ ചിലവാക്കുന്നത് പാർട്ടി തീരുമാനിച്ചിട്ടുള്ള ഒരു നിയോജക മണ്ഡലം കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയാണ് ഈ MLA-ക്ക് കിട്ടുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ ഫണ്ട് ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചുമതലകൾ നിർവഹിക്കുന്നു. കാരണം പാർട്ടിയുടെ MLA ആണല്ലോ, പാർട്ടിയുടേതാണല്ലോ MLA. സ്വാഭാവികമായും ആ MLA-ക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്ന പണം മുഴുവൻ ഏതൊക്കെ വികസന പ്രവർത്തനങ്ങൾക്ക് എങ്ങനെയൊക്കെ മുൻഗണന തീരുമാനിച്ച് ചെലവഴിക്കണം എന്നുള്ളത് ആ മണ്ഡലത്തിലെ പാർട്ടി കമ്മിറ്റിയാണ് തീരുമാനിക്കുക. താൻ ഇതിനു മുമ്പ് തളിപ്പറം മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടിരുന്നിട്ടുണ്ട് എന്ന് TK ഗോവിന്ദൻ പറഞ്ഞു. പക്ഷേ MV ഗോവിന്ദൻ ജില്ലാ സെക്രട്ടറി ആയതിനെ തുടർന്ന് MLA എന്നുള്ള നിലയിൽ കിട്ടുന്ന ഫണ്ട് ചെലവഴിക്കുന്നതിനകത്ത് യാതൊരു സുതാര്യതയുമില്ല എന്നാണ് TK ഗോവിന്ദൻ പറഞ്ഞിട്ടുള്ളത്. MV ഗോവിന്ദൻ MLA ആയതിനു ശേഷം കിട്ടുന്ന MLA ഫണ്ട് ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അതെങ്ങനെ ചെലവഴിച്ചു, എവിടെ ചെലവഴിച്ചു, എത്ര രൂപ ചെലവഴിച്ചു എന്നൊക്കെ ഉള്ളത് സംബന്ധിച്ചിട്ട് പാർട്ടി കമ്മിറ്റികൾക്ക് ഒരു വിവരവുമില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് TK ഗോവിന്ദൻ ഉന്നയിച്ചിട്ടുള്ളത്. ആ ഒരു രീതിയിൽ വ്യത്യാസം വന്നത് MV ഗോവിന്ദൻ തളിപ്പുറം MLA ആയതിനു ശേഷമാണ് എന്നാണ് TK ഗോവിന്ദൻ പറഞ്ഞു വച്ചിട്ടുള്ളത്. അതായത് ഓരോ വർഷവും സർക്കാരിൽ നിന്ന് കിട്ടുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ MLA ഫണ്ട്, അതിൻ്റെ ചെലവ് സംബന്ധിച്ച് പാർട്ടിക്ക് ഒരു രൂപവുമില്ല, ഒരു ധാരണയുമില്ല, അതിൻ്റെ ഓഡിറ്റ് നടക്കാറില്ല. അതെല്ലാം MV ഗോവിന്ദൻ സ്വന്തമായിട്ട് തീരുമാനിച്ച് ചെയ്യുകയാണ് എന്നാണ് TK ഗോവിന്ദൻ പറഞ്ഞിട്ടുള്ളത്. ആലോചിച്ച് നോക്കൂ, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹം ഒരു MLA മാത്രമല്ല, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ്. അപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്ന MV ഗോവിന്ദൻ ചെലവഴിക്കുന്ന പണം സംബന്ധിച്ച് ഒരു വിധത്തിലുള്ള കണക്കുമില്ല, അതിനെ സംബന്ധിച്ച് ആർക്കും ഒന്നും അറിയില്ല, അതിനെ സംബന്ധിച്ച് പാർട്ടിക്കൊന്നും അറിയില്ല, അത് സംബന്ധിച്ച് ഓഡിറ്റ് ഇല്ല എന്ന് പറയുന്നത് പാർട്ടിയിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ന് മാത്രമല്ല, കണ്ണൂർ ജില്ലയിലെ ഇന്നലെ വരെ ഏറ്റവും മുതിർന്ന CPM നേതാവ് കൂടിയായിരുന്നു. അപ്പം അതിഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം അതാണ്.
മറ്റേ ടി കെ ഗോവിന്ദൻ ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് എന്താ? അവിടെ സമീപകാലത്ത് ഒരു ഹാപ്പിനെസ് ഫെസ്റ്റിവൽ നടന്നു തളിപ്പറമ്പ് മണ്ഡലത്തിൽ. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് ആ ഹാപ്പിനെസ് ഫെസ്റ്റിവൽ നടന്നത്. അവിടെ പല സിനിമാ നടന്മാരെ കൊണ്ടുവന്നു, അവിടെ വേടനെ കൊണ്ടുവന്നു, അയാളെ ആദരിച്ചു, അതെല്ലാം നടന്നു. അതെല്ലാം നടന്നത് ഈ എം വി ഗോവിന്ദൻ്റെ മണ്ഡലത്തിലാണ്, എം വി ഗോവിന്ദൻ്റെ നേതൃത്വത്തിലാണ് അതെല്ലാം നടന്നത്. പക്ഷെ അതിനുവേണ്ടി ചെലവഴിച്ച പണം എത്രയാണെന്നുള്ളത് സംബന്ധിച്ച് പാർട്ടിക്ക് ഒരു രൂപവും ഇല്ല എന്നാണ് ടി കെ ഗോവിന്ദൻ പറയുന്നത്. അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടുണ്ട് എന്നാണ് ഗോവിന്ദൻ പറയുന്നത്. കോടിക്കണക്കിന് രൂപയുടെ സ്പോൺസർഷിപ്പ് അതിന് കിട്ടിയിട്ടുണ്ട് എന്ന് ഗോവിന്ദൻ പറയുന്നു. പക്ഷെ അത് സംബന്ധിച്ച് പാർട്ടിക്ക് ഒരു ധാരണയുമില്ല എന്നാണ് ടി കെ ഗോവിന്ദൻ പറയുന്നത്. എന്നിട്ട് ഗോവിന്ദൻ നൽകിയ സൂചന എന്ന് പറയുന്നത് അവിടെ സിനിമാ നടന്മാരൊക്കെ വന്നു, സിനിമാ നടന്മാരുമായി എം വി ഗോവിന്ദന് ബന്ധമൊന്നുമില്ല എന്ന് നമുക്കറിയാം. പക്ഷേ എം വി ഗോവിന്ദൻ്റെ മകന് ആണ് ഇതിന് പുറകിൽ പ്രവർത്തിച്ചത് എന്നുള്ള സൂചനയാണ് ടി കെ ഗോവിന്ദൻ നൽകുന്നത്. അപ്പോൾ ഒന്ന്, MLA ഫണ്ട് എം വി ഗോവിന്ദൻ്റെ ചെലവഴിച്ചത് സംബന്ധിച്ച് പാർട്ടിക്ക് യാതൊരു ധാരണയുമില്ല, ഒരു സുതാര്യതയില്ല, ഓഡിറ്റില്ല. ഹാപ്പിനെസ് ഫെസ്റ്റിവൽ നടന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ സ്പോൺസർഷിപ്പിലൂടെ പണം പിരിക്കുകയുണ്ടായി. അത് സംബന്ധിച്ചും പാർട്ടിക്ക് യാതൊരു വിവരവുമില്ല, ഒരു ബോധവുമില്ല, ഒരു ധാരണയുമില്ല. അങ്ങനെ ചെലവഴിച്ചത് മുഴുവൻ എം വി ഗോവിന്ദൻ്റെ മകനാണ് അതിൻ്റെ പുറകിലെന്നും ഹാപ്പിനെസ് ഫെസ്റ്റിവൽ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ മുഴുവൻ എടുത്തത് എം വി ഗോവിന്ദൻ്റെ വീട് കേന്ദ്രീകരിച്ചായിരുന്നു എന്നുമുള്ള അതിഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ടി കെ ഗോവിന്ദൻ ഉന്നയിച്ചിട്ടുള്ളത്. അപ്പം മൊത്തത്തിലെടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ? മൊത്തത്തിലെടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ തൻ്റെ മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി എന്നുള്ള ആരോപണം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ മുതിർന്ന നേതാവായിരുന്ന ടി കെ ഗോവിന്ദൻ പരസ്യമായി പറഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ ഇപ്പം 22 ദിവസം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്ന ആളാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി. 86 സ്ഥാനാർത്ഥികളാണ് CPM മത്സരിക്കുന്നത്, സ്വതന്ത്രർ ഉൾപ്പെടെ. പാർട്ടി സർക്കാരിലിരിക്കുമ്പോൾ സർക്കാരിനെ പോലും നിയന്ത്രിക്കേണ്ട ആളാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി. ആ ഉന്നത സ്ഥാനത്തിരിക്കുന്ന, പാർട്ടിയുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സ്ഥാനത്തിരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ കോടികളുടെ അഴിമതി നടത്തിയിരിക്കുന്നു എന്നുള്ള അതിഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അത് പ്രതിപക്ഷത്തുള്ളവരോ കോൺഗ്രസോ അല്ലെങ്കിൽ വിമതന്മാരോ എതിരാളികളൊന്നുമല്ല. ഇന്നലെ വരെ പാർട്ടിയുടെ ഏറ്റവും സമുന്നത നേതാക്കന്മാരിൽ ഒരാളായിരുന്ന പാർട്ടി ജില്ലാ സെക്രട്ടറി അംഗമായിരുന്ന ടി കെ ഗോവിന്ദനാണ് പരസ്യമായി ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്, തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ. അപ്പോൾ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് എതിരെ ഉയർന്നു വരുന്ന ഈ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ CPM വലിയ രീതിയിൽ പ്രതിരോധത്തിൽ ആക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിനൊരു മറുപടിയും എം വി ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. ടി കെ ഗോവിന്ദൻ ഈ പത്രസമ്മേളനം നടത്തിയിട്ട് 2 ദിവസം കഴിഞ്ഞു. എം വി ഗോവിന്ദൻ ഇതിനെക്കുറിച്ച് കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ ടി കെ ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ഈ ആരോപണം വലിയ തോതിൽ CPM പ്രതിസന്ധിയിൽ ആഴ്ത്തിയിരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് തെരഞ്ഞെടുപ്പിന് പടിവാതിൽക്കലെത്തി നിൽക്കുമ്പോഴാണ് എന്നുള്ളത് CPM ഈ പറഞ്ഞ പോലെ പ്രതിസന്ധിയുടെ പടുകുഴിയിലേക്ക് എടുത്ത് എറിഞ്ഞിരിക്കുകയാണ് എന്നുള്ള കാര്യമാണ് പാർട്ടി അണികളും ജനങ്ങളും മനസ്സിലാക്കേണ്ടത്.